നമസ്കാരം, ഫർബാലോപ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന വീഡിയോയിൽ ഐ ഇൻഫെക്ഷനാണ്. ഒരുപാട് കാലമായി നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. ഒന്നാമത് നമുക്ക് കുറച്ച് പടിയിൽ തിരക്കിലായിരുന്നു. ലോപ്പിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ ഐ ഇൻഫെക്ഷനാണ്. കണ്ണിക്കേടാണ് പ്രശ്നം. ഈ കണ്ണിൽ കേട് വന്നാൽ ഓൾറെഡി ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കണ്ണിക്കേട് വരികയാണെങ്കിൽ ഒരു മരുന്ന് ഉപയോഗിക്കാതെ വെറും ഐ ഡ്രോപ്സ്, ഒരു 10 രൂപയുടെ ഐ ഡ്രോപ്സ് കൊണ്ട് നമുക്ക് 2 to 3 ദിവസം കൊണ്ട് നമുക്ക് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. ഇത് കൂടുതൽ ദിവസം ആവുന്നത് കൊണ്ടാണ് പിന്നെ അതിൻ്റെ കഫക്കെട്ട് വരും. കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം വായിനകത്ത് പോയി പിന്നെ കഫക്കെട്ടിലേക്ക് മാറും. ഇപ്പോൾ കഫക്കെട്ടായി പിന്നെ ഉള്ളിൻ്റെ അകത്ത് വായിൻ്റെ അകത്തുനിന്ന് ക്യാങ്കർ പോലെ വരും. പിന്നെ ശ്വാസം വായി ഇങ്ങനെ തുറന്നിറക്കാം. അപ്പോൾ ഇത് അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും കണ്ണിക്കേട് വരുന്നത്. പിന്നെ ഒന്നാമത് പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ തണുപ്പ് കാലം കൂടുതലായാലും വരും, വെയിൽ അതായത് ഹീറ്റ് കൂടുതലായാലും വരും. പിന്നെ ഒരു പ്രാവിന് ഐ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ പ്രാവിനെ നമ്മളെ ലോഫ്റ്റിൽ നിന്ന് മാറ്റിയിരിക്കണം. പിന്നെ അടുത്ത സെക്ഷനായിട്ട് ഒരു പ്രാവിന് വന്നാൽ തീർച്ചയായിട്ടും അടുത്തടുത്ത പ്രാവിന് നെക്സ്റ്റ് പ്രാവിന് എല്ലാ പ്രാവിനും ഈ ഐ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് 99% കൂടുതലാണ്. അപ്പോൾ ഒരു ബേർഡിനെ നമുക്ക് ഐ ഇൻഫെക്ഷൻ വന്നാൽ ഉടൻ തന്നെ ആ പ്രാവിനെ മാറ്റി നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇതിന് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നുള്ള ഒരു കാണിക്കാം. ഇപ്പോൾ ഇതൊരു ചിക്കാണ്, ലാഹോറിൻ്റെ ചിക്കാണ്. ഇതിന് ഐയിൽ ഒരു പ്രശ്നമൊന്നുമില്ല. ഇതുവരെ ഈ നിമിഷം വരെ ഇവിടെ ലോഫ്റ്റിൽ ഐ ഇൻഫെക്ഷൻ വന്നിട്ടില്ല. വന്നാൽ എങ്ങനെ ക്ലിയർ ചെയ്യുമെന്നാണ് ഇപ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ സാധാരണ ഐ വന്നു കഴിഞ്ഞാൽ ഈ റൗണ്ട് കണ്ണ് ചുവപ്പ് വരും. പിന്നെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിക്കും. ഈ കണ്ണ് മൊത്തം മൂടും. ഇതിങ്ങനെ മൊത്തം ഇതിങ്ങനെ അടഞ്ഞു പോകാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അടഞ്ഞു പോകുമ്പോൾ ഈ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഇറങ്ങി വായിൻ്റെ അകത്താണ് പോവുക. അപ്പോഴാണ് ഈ വായിൻ്റെ അകത്ത് പോകുമ്പോഴാണ് ഇതിൻ്റെ കഫക്കെട്ടിലേക്ക് മാറിപ്പോകുന്നത്. പിന്നെ മൂക്കിൽ ഒലിക്കും, പിന്നെ ശ്വാസം മുട്ടൽ വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് സാധാരണ ഒരു ഐ ഡ്രോപ്സ്, ഇത് സൂം ചെയ്ത് കേട്ടോ, ഇത് സിഫ്ലോക്സ് ഡി, കുറഞ്ഞ വിലയുള്ളൂ ഈ സാധനത്തിന്. നമുക്ക് ഇത് വാങ്ങിയിട്ട് ഐ ഒന്ന് തുടച്ചു കൊടുക്കുക. അതായത് നല്ല വൃത്തിയുള്ള ചളിയില്ലാതെ കോട്ടൺ തുണി കൊണ്ട് ഈ ഐ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് രാവിലെ വൈകിട്ടും നമുക്ക് ഈ മരുന്ന് ഉറ്റിക്കാം. ഇനി കൂടുതൽ ദിവസം ആയിട്ടുണ്ടെങ്കിൽ സാധാരണ 99% ഐ ഇൻഫെക്ഷൻ വന്നാൽ ഒരു കണ്ണിൽ മാത്രമേ വരുള്ളൂ. അപൂർവമായിട്ടേ 2 കണ്ണിലേക്ക് വരുള്ളൂ. ഒരു കണ്ണ് മാത്രമേ നമുക്ക് ഐ ഇൻഫെക്ഷൻ വരാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ മരുന്ന് ഉറ്റിക്കുമ്പോൾ 2 കണ്ണിലേക്കും മരുന്ന് ഉറ്റിക്കണം. ഇനി ഒരു കണ്ണിൽ വന്ന് ഇത് കണ്ണ് അടഞ്ഞു പോയി എന്ന് വെച്ചാൽ നമ്മൾ പൈപ്പ് നല്ല തണുത്ത വെച്ചാൽ ഫ്രിഡ്ജത്തെ വെള്ളമല്ല, സാധാരണ നോർമൽ വെള്ളം, പൈപ്പ് നൂല് പോലെ തിരിച്ചു കൊടുക്കാം. ചെറുതായിട്ട് പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത് നൂലിൻ്റെ അത്ര കനത്തിലേ വെള്ളം വരാൻ പാടുള്ളൂ. അപ്പോൾ ഈ കണ്ണ് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വെച്ചു കൊടുക്കാം. ഇതിനകത്ത് എന്തെങ്കിലും ചെറിയ പൊടികളോ മണ്ണുകളോ എന്തെങ്കിലും ആ വെള്ളത്തിലൂടെ ഈ സാധനം കംപ്ലീറ്റ് പുറത്തേക്ക് പോകണം. എങ്ങനെ കണ്ണ് ക്ലീൻ ചെയ്യുകയാണെങ്കിലും നമുക്ക് 2 കണ്ണും ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ കോട്ടൺ തുണി കൊണ്ട്, നല്ല വൃത്തിയുള്ള കോട്ടൺ തുണി കൊണ്ട് 2 ഭാഗം തുടയ്ക്കുക. തുടച്ചതിന് ശേഷം ഐ ഡ്രോപ്സ് സിഫ്ലോക്സ് ഡി അല്ലെങ്കിൽ സെൻഡാമൈസിൻ, ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ 2 മരുന്നിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് നിസ്സാരമായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഇത് കൊടുത്തിട്ട് ഐ ഇൻഫെക്ഷൻ കൊടുത്തിട്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, സാധാരണ ഒരു കണ്ണിക്കേടാണെന്നുണ്ടെങ്കിൽ അമോക്സിലിൻ്റെ മോക്സ്കിറ്റിൻ്റെ 250 mg അല്ല 125 mg മതിയാവും. ഈ സാധാരണ ഒരു കണ്ണിക്കേടിന് അമോക്സിലിൻ്റെ മോക്സ്കിറ്റ് എന്ന് പറഞ്ഞാൽ മതി. 125 mg 4-1, അതായത് ഒരു ടാബ്. ഇതിൻ്റെ അടുത്ത് മരുന്ന് ഇല്ലാത്തതുകൊണ്ടാണ് ഈ മരുന്ന് അത്യാവശ്യം കോസ്റ്റാണ്. 4-1 ഒരു ടാബ് 4 പീസാക്കിയിട്ട്, ഒരു പീസ് രാവിലെ കൊടുക്കുക, ഒരു പീസ് വൈകിട്ടും കൊടുക്കുക. ചെറിയ ഒരു വൈറ്റമിൻസ് എന്തെങ്കിലും, ഈ മരുന്ന് ഇത് ഒരു ആൻറ്റിബയോട്ടിക്കാണ്, എന്തെങ്കിലും വൈറ്റമിൻസ് നമുക്ക് അതിനൊപ്പം തന്നെ കൊടുക്കാം. ഇനി ഇത് കൊടുത്തിട്ട് സാധാരണ ഒരു കണ്ണിക്കേടാണെങ്കിൽ ഇത് മതി. ഇനി ഇത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് വായിൻ്റെ അകത്ത് കഫക്കെട്ടുണ്ട്, ശ്വാസം മുട്ടൽ, അങ്ങനെ വേറെ എന്തെങ്കിലും പ്രശ്നം എന്നുണ്ടെങ്കിൽ ഈ മരുന്നുമ്പോൾ നിൽക്കില്ല. അപ്പോൾ നമുക്ക് കൊടുക്കേണ്ടത് ഈ ഡോക്സിസൈക്ലിൻ്റെ ഈ ടാബ്. സാധാരണ ഞാൻ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഫക്കെട്ടിന് കൊടുക്കുന്ന മരുന്നാണ് ഇത്. വന്നിട്ട് ഈ ഒരു ടാബ് പൊളിച്ചിട്ട് ഹാഫ് മാത്രം നമുക്ക് ഉപയോഗിക്കാം. ഇത് കഫക്കെട്ടിനുള്ള മരുന്നാണ്.
ഓവർ കഫക്കെട്ട് ആണെന്നുണ്ടെങ്കിൽ രാവിലെ ഈ ഒരു ഹാഫും ഈ മരുന്ന് ഒരു ഹാഫും കൊടുക്കുക. വൈകിട്ട് മോൺടെക് LC കിഡ് ഇതൊരു ഹാഫും കൊടുക്കുക. ഒരു 3 ദിവസം ഇത് കൊടുക്കുക. ഇത് ഓവറായിട്ട് കൊടുക്കാൻ പാടില്ല. കാരണം കഫക്കെട്ട് മാറിയിട്ടില്ലെങ്കിൽ മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് മാത്രം മതിയാവും. കഫക്കെട്ട് ഉണ്ടെങ്കിൽ ഈ സാധനം മാത്രം മതിയാവും. അതല്ലാതെ നമുക്ക് വേറെ ഒന്നിനും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ കഫക്കെട്ട് കൂടുകയാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ സാധാരണ ഒരു കണ്ണിക്കേടാണെങ്കിൽ നമുക്ക് ഈ ഒരു ഐ ഡ്രോപ്സ് മാത്രം കൊണ്ട് മതിയാവും. ഇനി അങ്ങനെ മതിയായിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ അമോക്സിലിൻ മോക്സ് കിറ്റ് എന്ന് പറഞ്ഞ ടാബ് കൊടുക്കുക. അത് നിങ്ങൾ എങ്ങനെയാണ് ആ ബേർഡിനെ ട്രീറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. ഓക്കെ, സാധാരണ ഒരു കഫക്കെട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഡോക്സിസൈക്കിൾ കൊടുത്താൽ മതിയാവും. സാധാരണ സിമ്പിൾ ഐ ഡ്രോപ്സ് ഐ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ അമോക്സിലിൻ മോക്സ് കിറ്റ് മറ്റേ അമോക്സിലിൻ കൊടുക്കാം. ഓക്കെ, ബൈ.